ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ലോ ബാക്ക് ഏക്ക്, അതായത് നമ്മുടെ നട്ടലിന് താഴെയുള്ള ഭാഗത്തുള്ള വേദനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന 3 യോഗാസനങ്ങൾ പരിചയപ്പെടാം. നമുക്കറിയാം, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് യോഗാസനങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ 3 യോഗാസനങ്ങൾ ഏത് തരത്തിലുള്ള ലോ ബാക്ക് ഏക്കുള്ളവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു ബിഗിനർ ലെവൽ, അതായത് ഒരു ലോ ബാക്ക് ഏക്ക് തുടക്കത്തിൽ വരുമ്പോൾ അവർക്ക് തുടക്കത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു 3 യോഗാസനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും വളരെ ഈസി ആയിട്ട് തുടക്കത്തിൽ നമുക്ക് ഒരു ലോ ബാക്ക് ഏക്കിന് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആയിട്ട് നമുക്കിത് തിരഞ്ഞെടുക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഈ 3 യോഗാസനങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് ആദ്യമായി ഭുജംഗാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ബാക്ക് പെയിൻ ഉള്ളവർക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്യാവുന്ന ഒരു യോഗാസനമാണ് ഭുജംഗാസനം. അതിനുവേണ്ടി മാറ്റിൽ കമിഴ്ന്ന് കിടക്കാം. 2 കൈകളും ഷോൾഡറിനോട് ചേർത്ത് പതിച്ച് വയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അപ്പർ ബോഡി ഉയർത്താം. നീൽ അപ്പ്. കഴുത്തിന് നന്നായി സ്ട്രെച്ച്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം ഫ്ലോറിലേക്ക് തിരിച്ചു വരാം. ഒരു തവണ കൂടി നീൽ. സ്ട്രെച്ച് യുവർ അപ്പർ ബോഡി, സ്ട്രെച്ച് യുവർ നെക്ക്. And exhale down on the floor. അടുത്തതായി നൗകാസൻ. കമിഴ്ന്ന് കിടന്നുകൊണ്ട് കൈകൾ രണ്ടും നീട്ടി ഫ്രണ്ടിലേക്ക് വയ്ക്കാം. റെഡി. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് എക്സേൽ. ലിഫ്റ്റ് യുവർ ബോത്ത് ഹാൻഡ്സ്, യുവർ ബോത്ത് ലെഗ്സ് ആൻഡ് യുവർ ഹെഡ്. ഫ്ലോറിലേക്ക് വരാം. ഒരു തവണ കൂടി നൗകാസൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളും കാലുകളും ഹെഡും ഒരുമിച്ച് ചെയ്യാം. ഡൗൺ ഓൺ ദ ഫ്ലോർ. അടുത്തതായി മാർജാരാസനം. മാർജാരാസനം ചെയ്യുന്നതിന് വേണ്ടി കാൽമുട്ടുകളും കൈപ്പത്തികളും ഫ്ലോറിൽ പതിച്ചു വയ്ക്കാം. നമ്മുടെ ഷോൾഡർ വിഡ്ത്ത്, കൈകൾ തമ്മിലുള്ള അകലം ആയി മെയിൻറ്റെയിൻ ചെയ്യാം. കാൽമുട്ടുകൾ ഹിപ്പിന് നേരെ താഴെ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇൻഹേൽ അപ്പ് യുവർ ഹെഡ് ആൻഡ് യുവർ ഹിപ്പ് റീജിയൻ. സ്പൈൻ നന്നായി കർവായിരിക്കട്ടെ. ആൻഡ് എക്സേൽ. സ്പൈന് നന്നായി മുകളിലേക്ക് കോൺവെക്സ് ആവുന്ന രീതിയിൽ കൊണ്ടുവരാം. ഹെഡിനെ നന്നായി ഡൗൺ ചെയ്ത് കൊണ്ടുവരാം. കൈമുട്ട് നിവർന്നിരിക്കട്ടെ. ഒരു തവണ കൂടി നീൽ. ലിഫ്റ്റ് യുവർ ഹെഡ് ആൻഡ് യുവർ ഹിപ്പ്. മേക്ക് യുവർ സ്പൈൻ കോൺകേവ് മാക്സിമം. And exhale. Lift your spine up. Okay, relax. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ 3 യോഗാസനങ്ങളും മാറ്റിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ കട്ടിലിൽ കിടന്നുകൊണ്ടോ ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ ഓരോന്നും 3 തവണ വീതം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.